എന്താ മക്കളെ ഇത് ആദ്യത്തെ ദിവസം തന്നെ 20 പേർ ഔട്ട് ആവുകയാണ് നമ്മുടെ ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ നിന്നും. നിങ്ങൾ അറിഞ്ഞോ? മൊത്തത്തില് 40 കണ്ടസ്റ്റൻസ് ആണ് ഉള്ളത്. അതിൽ 20 പേര് ഔട്ട് ആവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം തീക്കളിയല്ലേ? കാരണം ഫസ്റ്റ് ദിവസം തന്നെ പകുതി പേര് ഔട്ട് ആവുകയാണ്. പിന്നെ അതെങ്ങനെയാ കളി മുന്നോട്ട് പോകുന്നേ? പറയാം. മാത്രമല്ല ആദ്യത്തെ ദിവസത്തെ നമ്മുടെ ടാസ്ക് ഉണ്ടല്ലോ, പൂട്ടും താക്കോലും വെച്ച് കളിക്കാനുള്ള ഒരു ടാസ്ക് ആണ്. എന്റെ പൊന്നു മക്കളെ, സംഭവം തീക്കളിയാണ്. ഇതൊന്നുമല്ല, നമ്മുടെ സീസൺ 3-ലെ ഡേഞ്ചറസ് ഫിറോസ് ഖാനും കിടിലം ഫിറോസ് ഖാനും കൂടി ജഡ്ജസ് ആയിട്ട് വന്നിട്ടുണ്ട്. ആരുടെ കൂടെ? രഞ്ജനയുടെയും റിയാസിന്റെയും അഖിൽമാരാരുടെയും കൂടെ. അപ്പൊ ടോട്ടൽ എത്ര ജഡ്ജസ് ആയി? 5 ജഡ്ജസ് ആയി. പ്രൊമോ പുറത്ത് വന്നിട്ടുണ്ട് നമ്മുടെ പൂട്ടിന്റെയും താക്കോലിന്റെയും ടാസ്കിന്റെ. ആ പ്രൊമോ ഇപ്പൊ കാണുന്നില്ല, പക്ഷെ ടാസ്ക് എന്താണെന്ന് നമുക്ക് പ്രൊമോയിലൂടെ മനസ്സിലായിട്ടുണ്ട്. അത് നിങ്ങളോട് പറയാനും ബിഗ് ബോസിന്റെ മറ്റു ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ മോൺലെറ്റ് മീഡിയയിലോട്ട് ആദ്യം തന്നെ ഞാൻ സ്വാഗതം അറിയിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഓരോ ലൈക്കും എൻ്റെ മോട്ടിവേഷൻ ആണ്, എനിക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ആണ്. ഇൻസ്റ്റയിലും FBയിലും നമ്മുടെ വീഡിയോ കാണുന്നവര് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇപ്പൊ നിങ്ങൾ കാണുന്ന യൂട്യൂബിലെ വീഡിയോയിൽ ഹൈപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഹൈപ്പും കൂടി ചെയ്യാം. അപ്പോ ഇന്നലെ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ ഫസ്റ്റ് ഡേ, ദ വെരി ഫസ്റ്റ് ടാസ്കിന്റെ പ്രൊമോ. വളരെ നല്ലൊരു പ്രൊമോ ആയിരുന്നു, വളരെ സിമ്പിൾ ടാസ്ക് ആയിരുന്നു. പക്ഷെ ആ സിമ്പിൾ ടാസ്കിനകത്ത് ലക്ക് എന്ന് പറയുന്ന ഒരു സാധനം കൂടി ഫാക്റ്റ് ആയിട്ടുണ്ടെന്നാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായത്. ടാസ്കിലോട്ട് വരാം. ടാസ്കിലോട്ട് വരുമ്പോൾ 40 പേരും കൂടി നിൽക്കുന്നുണ്ട്. ഒരേ സമയം 40 പേരെ നിർത്തിയിട്ടാണ് ടാസ്ക് ചെയ്യുന്നത്. പൂട്ടും താക്കോലുമാണ് ആ ടാസ്കിൽ കാണിക്കുന്നത്. പൂട്ടുകളെല്ലാം സീൽ ചെയ്ത് ടേപ്പ് ചെയ്ത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ താക്കോലുകളെല്ലാം തൂക്കി ഒരു നെറ്റിന്റെ മുകളിൽ തൂക്കി ഇട്ടിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. കണ്ടസ്റ്റൻസ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും താക്കോല് പറിച്ചെടുക്കുന്ന രീതിയിലാണ് ആ ഒരു പ്രൊമോ വന്നിട്ടുള്ളത്. ആ പ്രൊമോയുടെ അവസാനം നമ്മുടെ റനീഷ പറയുന്നുണ്ട്, എന്ത്, ഈ ജയിച്ച 20 പേരെയും കൊണ്ട് ഞാൻ പോവാണ്, തോറ്റ 20 പേരുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങളുടെ കാര്യം ഇനി എന്താണ് എന്ന് പറഞ്ഞിട്ടാണ് റനീഷ പോകുന്നത്. ജഡ്ജസ് ആയിട്ട് അഖിൽമാരാറും റിയാസും അപ്പുറം ഇപ്പുറം ഉണ്ട്, രഞ്ജിനി നടുക്കിരിപ്പുണ്ട്. ഇവർ 3 പേരാണ് ഉള്ളത്. അപ്പൊ ഇതായിരുന്നു ആ ഒരു പ്രൊമോ. എനിക്കിതിൽ നിന്ന് മനസ്സിലായ ഒരു സാധനം ഞാൻ പറഞ്ഞു തരാം. വെരി ഫസ്റ്റ് ഡേ ആണ്, അപ്പോൾ ഒരു സിമ്പിൾ ടാസ്ക് ആയിരിക്കും. അതിനകത്ത് പൂട്ട് സീല് ചെയ്തിട്ടുണ്ടെന്നും താക്കോല് തൂക്കിയിട്ടുണ്ടെന്നും നമുക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നത് 20 പേര് ഔട്ടായെന്നും റനീഷ് ലാസ്റ്റ് പറയുന്നുണ്ട്, 20 പേര് ജയിച്ചെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം മിക്കവാറും 40 താക്കോലുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ടാവും. മൊത്തം 40 താക്കോല് കാണും. ഇതിനകത്ത് ചിലപ്പോ 20 താക്കോലായിരിക്കും വർക്കിംഗ് ആയിട്ടുള്ളത്. മനസ്സിലായോ? 20 എണ്ണം വർക്കിംഗ് ആയിരിക്കും. അതായത് പൂട്ടുകൾ ഉണ്ടല്ലോ, പൂട്ടുകളെ ഞാൻ പറഞ്ഞല്ലോ ടേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പൂട്ടുകളിൽ ഇട്ടാൽ തുറക്കുന്നത് 20 എണ്ണം മാത്രമേ കാണത്തുള്ളൂ. 20 എണ്ണം ചിലപ്പോൾ തുറക്കത്തില്ല. അങ്ങനെ ആയിരിക്കും. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത. പ്രൊമോ കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ 40 പേർക്കും ഓരോരുത്തരും പോയി ഓരോ താക്കോലും ഇതെല്ലാം എടുക്കാൻ പറ്റത്തുള്ളൂ. പോയി ഓരോ താക്കോൽ എടുക്കുന്നു, പോയി തുറക്കുന്നു. തുറക്കുന്നില്ലെങ്കിൽ തീർന്നു, അവർ ഔട്ടായി. അപ്പൊ വെരി ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെ ഒരു ലക്ക് വെച്ച് മാത്രം നമുക്ക് എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? കണ്ടസ്റ്റൻസിന്റെ ഔട്ട് ആക്കാൻ അങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഫസ്റ്റ് ഡേ ആണ്. അപ്പൊ ആദ്യത്തെ 20 പേർക്ക് എന്തായാലും ഇതിനകത്ത് ജയിക്കാൻ പറ്റും. കാരണം 20 പേര് അതിനകത്ത് ജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിംപ്ലി മനസ്സിലാക്കാം 20 താക്കോലുകൾ അതിനകത്ത് കറക്റ്റ് ആയിട്ട് ആ പൂട്ടിന് അനുയോജ്യമായിട്ടുള്ള 20 താക്കോലുകൾ ഉണ്ട്. അപ്പൊ ഔട്ടായിട്ടുള്ള 20 പേര് ഫസ്റ്റ് ദിവസം തന്നെ ഔട്ട് ആവുകയാണോ ഇല്ലേ എന്നുള്ള ഒരു ചോദ്യം, ഒരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക് ബാക്കി നിൽക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ പ്രൊമോയിൽ അതിനുള്ള ഉത്തരവില്ല. നമ്മൾ പ്രൊമോ അവരെ അവസാനിപ്പിക്കുമ്പോൾ ഇവർ ഔട്ട് ആവുന്നു എന്നുള്ള ലെവലിലാണ് കാണിക്കുന്നത്. പക്ഷെ എനിക്കത് തോന്നുന്നില്ല അങ്ങനെ ഔട്ട് ആക്കുന്നത്. കാരണം ഫസ്റ്റ് ഡേ ആണ്. നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ആകെ 20 ദിവസമേ അഗ്നിപരീക്ഷ ഉള്ളൂ. മൊത്തം എപ്പിസോഡ് എല്ലാം കൂടി 20-21 ദിവസമേ ഉള്ളൂ. എന്നാൽ പോലും എനിക്ക് തോന്നുന്നില്ലടേ ആദ്യത്തെ ദിവസം തന്നെ 20 പേരെ പിടിച്ച് ഔട്ട് ആക്കുന്നു. വേറെ എന്തെങ്കിലും ട്വിസ്റ്റ് ഇതിനകത്ത് വെച്ചിരിക്കാം. ചിലപ്പോൾ ഇവർക്ക് ഒരു സെക്കൻഡ് ചാൻസ് കൂടി കൊടുത്തേക്കാം. അങ്ങനെയൊക്കെ ആയിരിക്കാം വരാനായിട്ടുള്ള സാധ്യത. എന്തായാലും ഇതാണ് അഗ്നിപരീക്ഷയുടെ ആദ്യത്തെ ദിവസത്തെ ടാസ്കിന്റെ പ്രൊമോ വന്നതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. ഇത് തന്നെ ആയിരിക്കാം മിക്കവാറും നടക്കാനായിട്ട് പോകുന്നത്. ഇനി ദ സെക്കൻഡ് തിങ് ഈസ് നമ്മുടെ DFK ആൻഡ് കിടിലം ഫിറോസ് ഇതിനകത്ത് ജഡ്ജസ് ആയിട്ട് വരുന്നു എന്നുള്ള കാര്യമാണ്. ഇന്നലെ അവരുടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ അഗ്നിപരീക്ഷയുടെ ജഡ്ജായിട്ടിരിക്കുന്ന രഞ്ജിനി, റിയാസ്, സാബുമോൻ, ഇവരുടെ അടുത്ത് രഞ്ജിനി, റിയാസ്, അഖിൽമാരാർ, ഇവരുടെ അടുത്തിരുന്നിട്ട് കിടിലം ഫിറോസും ഡേഞ്ചറസ് ഫിറോസും കൂടെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുക്കുന്ന സാധനം വന്നിട്ടുണ്ട്. അവിടെ 5 മൈക്കുകൾ ഇരിപ്പുണ്ട്. അപ്പം അവരും ജഡ്ജിങ് പാനലിൽ ജോയിൻ ചെയ്തോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ കംപ്ലീറ്റ്ലി 5 ജഡ്ജസിനെ ഒന്നും കൊണ്ട് അവിടെ ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ എപ്പിസോഡ്, ഇപ്പോൾ ഓണ എപ്പിസോഡിന്റെ ഒക്കെ ഷൂട്ട് ഇപ്പം നടക്കുമായിരിക്കും. അപ്പോൾ ഓണ എപ്പിസോഡിന്റെ ഷൂട്ടിനോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എസ്പെഷ്യലി നമ്മുടെ ബിഗ് ബോസിലെ പഴയ ആൾക്കാരെയൊക്കെ ജഡ്ജായിട്ട് ഒരു ദിവസത്തേക്കൊക്കെ 1-2 ദിവസത്തേക്കൊക്കെ വിളിച്ചായിരിക്കാം. ചിലപ്പോൾ ഇതുപോലെ പല സീസണുകളിൽ നിന്നും ആൾക്കാർ വന്നേക്കാം. ഇത് 20 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം അല്ലേ. അപ്പൊ അവസാന ദിവസങ്ങളിൽ, അവസാന 5-6 ദിവസങ്ങളിൽ ചിലപ്പോൾ എന്ത് വന്നേക്കാം,
പുതിയ പുതിയ ജഡ്ജസ് ഒക്കെ പല പല സീസണുകളിൽ നിന്നും വരാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇനി അടുത്ത പ്രൊമോസ് വരട്ടെ. ഗംഭീര പ്രൊമോകൾ, ഷോർട്സുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടി അഖിലിന്റെ പ്രൊമോ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് അഖിൽമാരാരുടേത് വന്നു, മെനിങ്ങാന്ന് സുചിത്രയുടേത് വന്നു, അതിനു മുന്നേ നമ്മുടെ വീണയുടേത് വന്നു, രജിത് കുമാറിൻ്റെത് വന്നു, സെറീനയുടേത് വന്നു, നാദിരയുടേത് വന്നു. അങ്ങനെ എല്ലാവരുടെയും വന്നുകൊണ്ടിരിക്കുകയാണ് തകൃതിയായിട്ട്. നമുക്ക് നോക്കാം. അടുത്ത അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം, എന്തെങ്കിലും വിശേഷമായിട്ട് വരാം. ഇപ്പൊ തൽക്കാലം നമ്മുടെ ലൊക്കേഷൻ നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. കാരണം നിങ്ങൾക്കും ഒരു പുതുമ വേണ്ട. എപ്പോഴും നിങ്ങളെങ്ങനെ എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. അപ്പൊ നിങ്ങൾക്കും എനിക്കും ഒരു പുതുമയ്ക്കും കോൺഫിഡൻസിനും നമ്മുടെ കണ്ണിന് എപ്പോഴും നിറങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമാണ്. അപ്പം നമ്മുടെ ലൊക്കേഷൻ ജസ്റ്റ് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അത് ഈ ഒരു അഗ്നിപരീക്ഷയുടെ 10-20 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ലൊക്കേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അവിടെ ഒരു നമ്മുടെ പുതിയ യൂട്യൂബ് സ്റ്റുഡിയോയുടെ വർക്ക്. ആ പുതിയ യൂട്യൂബ് സ്റ്റുഡിയോ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു AI ക്രിയേറ്റഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. പോയി നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് അതുപോലെയൊക്കെ ഇരിക്കണം എന്നാണ് നമ്മുടെ ഉദ്ദേശം. സോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ബൈ.